നിങ്ങൾക്ക് ഓവം ഫ്രീസിങ്ങിനെ പറ്റി അറിയാമോ? ഓവം ഫ്രീസിംഗ് അല്ലെങ്കിൽ ഊസൈഡ് ക്രയോ പ്രിസർവേഷൻ മെഡിക്കൽ പ്രൊസീജിയർ ആണ് വേർ സ്ത്രീകളുടെ എഗ് അല്ലെങ്കിൽ ഊസൈറ്റ് കളക്ട് ചെയ്തിട്ട് അത് ഫ്രോസൺ ചെയ്യുന്നു. ആ ഫ്രോസൺ ചെയ്ത എഗ് ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യപ്പെടുന്നു. ഇത് പ്രഗ്നൻസി ഡിലേ ആക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ ഓവറീസിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഫ്രോസൺ ചെയ്തിട്ട് അതുപോലെ തന്നെ ലാബ്സിൽ സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. ഇവ സ്പേമായിട്ട് ഫെർട്ടിലൈസ് ചെയ്തിട്ട് പിന്നീട് IVF വഴി ഇംപ്ലാന്റ് ആണ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൊസീജിയർ ഒരു നട്ട്ഷെല്ലിൽ പറയാനാണെങ്കിൽ 10+2 days ഹോർമോണൽ ഇഞ്ചക്ഷൻസ് കൊടുത്തിട്ട് ഓവറീസിനെ മൾട്ടിപ്പിൾ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു. പിന്നീട് സ്കാനിങ് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് ലൈറ്റ് ആയിട്ടുള്ളൊരു അനസ്തേഷ്യ കൊടുത്തിട്ട് ഈ ഓവറീസിൽ നിന്നും ഓവം കളക്ട് ചെയ്യുന്നു. ആൻഡ് ഫ്രീസിംഗ് ഈസ് ഡൺ ഇൻ -196°C ആൻഡ് ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഫോർ ഇയേഴ്സ്. അതുപോലെ തന്നെ ഇത് സ്റ്റോർ ചെയ്യുന്നത് ലിക്വിഡ് നൈട്രജനിലാണ്. ഇതൊരു പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ ഒന്നല്ല. ഇറ്റ് ഹെൽപ്സ് എ ലോട്ട് ഓഫ് വിമൻ ടു ഹാവ് ഹെൽത്തി ചിൽഡ്രൻ ഇൻ ഫ്യൂച്ചർ. ക്യാൻസർ പേഷ്യൻസ് ഹു ആർ അണ്ടർഗോയിങ് കീമോതെറപ്പി, റേഡിയോതെറപ്പി ഒക്കെ അണ്ടർഗോ ചെയ്യുന്ന ക്യാൻസർ പേഷ്യൻസിന് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരാറുണ്ട്. ഇതിനെപ്പറ്റി അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടോ.